അനിലെ, ഇപ്പോൾ ഈ സഞ്ജു സാംസന്റെ കാര്യം പറയുമ്പോൾ ഈ പരിശീലകനായ പി ബാലചന്ദ്രൻ പറയുന്നത് ഈ സാങ്കേതിക ഘടകം, അതായത് വിജയ് ഹസാരെ ടീമിൽ കളിച്ചില്ല എന്നത് അത് അത്ര വലിയ കാര്യമാണോ, അത് അത്ര വലിയ മാനദണ്ഡമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. രണ്ട്, ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ സഞ്ജുവിൻ്റെ ഒരു ക്രിക്കറ്റ് കാലയളവിൽ സഞ്ജുവിനൊരു ശരിയായ രീതിയിലുള്ള ഒരു മെൻറ്ററിങ്, അതേപോലെ തന്നെ സഞ്ജുവിനെ ഓരോ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തുല്യ പരിഗണന ലഭിച്ചില്ല. അക്കാര്യത്തിൽ സഞ്ജുവിനോട് ഒരു പക്ഷപാതിത്വം ഉണ്ടായി എന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും കളിക്കാൻ തയ്യാറായെന്ന് സഞ്ജു കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിക്കുകയും അവർ മറുപടി നൽകാതെ ഇരിക്കുകയും ചെയ്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഭ്യന്തര ക്രിക്കറ്റ്, വിജയ് ഹസാരെ ക്രിക്കറ്റ്, അതിൽ കളിക്കുക എന്നത് എത്രത്തോളം ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നതിനൊരു മാനദണ്ഡമായി എടുക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ അതിൽ ഒക്കെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എൻ അജിത് കുമാർ ഈ ക്രിക്കറ്റ് കളിയിൽ ഒരുപാട് താല്പര്യമുണ്ട്, സാമ്പത്തിക വിദഗ്ധനാണ്. ശ്രീ എൻ അജിത് കുമാർ, ഇപ്പോൾ ഈ സഞ്ജുവിന് വീണ്ടും ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ വിജയ് ഹസാരെ ക്രിക്കറ്റിൽ കളിച്ചില്ല എന്നുള്ളത്, ആ ടീമിൽ കളിച്ചില്ല എന്നത് ഇതിനുള്ള ഒരു കൃത്യമായ മാനദണ്ഡമാണോ? അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജുവുമായി ഒരു ശരിയായ രീതിയിലുള്ള ആശയവിനിമയം നടന്നിരുന്നു ഈ കാര്യത്തിൽ? അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ വളരെ വ്യക്തമായിട്ട് KCA സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞിരുന്നു, സഞ്ജുവിനോട് കളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സഞ്ജു താല്പര്യം പ്രകടിപ്പിച്ചില്ല. അപ്പൊ അസോസിയേഷനായിട്ട് അദ്ദേഹത്തിന് ചെറുതായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് അല്ല. അതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ടീമിന് സെലക്ഷൻ കിട്ടാത്തതിന് കാരണമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ വിജയ് സാറെ ടൂർണമെന്റ് എന്തായാലും കളിക്കേണ്ടതായിരുന്നു. മാനദണ്ഡമാണല്ലോ, ഞാനിപ്പോ കൃഷ്ണ പറഞ്ഞു കേട്ടു, അദ്ദേഹം മാനദണ്ഡമാണോ അല്ലയോ എന്നുള്ളൊരു വ്യക്തത വന്നപ്പം ഇതൊരു സഞ്ജു കരുൺ നായർ പോലെയല്ല. കരുൺ നായർ ശരിയാണ്, കരുൺ നായർ ഇപ്പം 664 ഏകദേശം 750 റൺ എടുത്തു, എന്നിട്ടും അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയില്ല. കരുൺ നായർ ഇപ്പൊ 2017 ശേഷം ഇതുവരെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ആ ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ സഞ്ജു ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ T20 അദ്ദേഹം 2 സെഞ്ചുറി അടിച്ചു, ODI സീരീസിലും വളരെ നല്ല പെർഫോമൻസ് ഇട്ടു. അപ്പൊ എല്ലാ വിധത്തിലും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർക്ക് വിജയ് ഹസാരെ ടൂർണമെന്റ് ക്രൂഷ്യലാണ്. അല്ലാതെ വളരെയധികം നന്ദി. ഇപ്പോൾ പ്രതികരിച്ചത് അജിത് കുമാറാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. എന്തായാലും നിരാശാജനകമാണ് സഞ്ജുവിന്റെ ആരാധകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം, അദ്ദേഹത്തിന് ഇത്തരത്തിൽ അവസരം നഷ്ടമായിരിക്കുന്നത്. അതിപ്പോൾ വിശദീകരണം നൽകേണ്ടത് KCA തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ KCAയുമായിട്ടുള്ള ഒരു ഭിന്നതകൾ അതാണ് ഇതിന് കാരണമായതെങ്കിൽ അത് തികച്ചും ശരിയല്ല. കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജു സാംസണും മനസ്സ് തുറന്നെങ്കിൽ മാത്രമേ കൃത്യമായി ഇതിനൊരു ഉത്തരം കണ്ടെത്താനാവൂ. പക്ഷേ ഈ വിജയ് ഹസാരെ ടൂർണമെന്റിൽ കളിക്കുക എന്നത് ഇതിനൊരു കൃത്യമായ മാനദണ്ഡമാണ് താനും.